വാട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ 10 മണി രാവിലെയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് എന്ന് ഞാൻ ഉറക്കമൊക്കെ തെളിഞ്ഞ് വന്നപ്പം ഇപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത് ഞാൻ ഏത് ഭാഗത്താണെന്ന്. ഇവിടം വരെ എങ്ങനെ എത്തിയെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. മല മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ ഒരു വലിയൊരു തടാകം എന്നതിന് പറയുന്നത് റിവർ ബെഡാണ്. എന്താണ് ഇതിൻ്റെ പൊക്കത്തോടൊക്കെ പാതിരാത്രി ഞാൻ വണ്ടി ഓടിച്ച് കയറ്റി ആയിരിക്കും വയ്യ. ഇത് അവിടെ വല്ല കടയോ വല്ല സിറ്റിയൊക്കെ നോക്കിയിട്ട് ആ ഒരു മൂലയ്ക്ക് മാത്രം എന്തോ കാണാൻ എനിക്കിത് അവിടെ ആറ്റത്തായിട്ട് കണ്ടോ അവിടെ. അതല്ലാതെ ഓൾമോസ്റ്റ് ഫുള്ളി ഒന്നും ഇല്ല. പിന്നെ ഇതൊരു മലയുടെ പക്കത്തായി. ഞാൻ പോകുന്ന ഒരു വഴി കാണിച്ചു തരാം. ഇവിടുത്തെ ഇറങ്ങാനൊക്കെ സ്ഥലമുണ്ടല്ലോ. അങ്ങോട്ട് ഇനി വഴിയില്ലെന്ന് തോന്നുന്നു. അങ്ങോട്ട് വഴിയുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്. മൂക്കടഞ്ഞാക്കും, എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഫുഡ് വേണം, എനിക്ക് അതാണ് ഫുഡ്. കുറച്ച് ഇവിടെ ഉണ്ട് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ്, പക്ഷേ അത് വെജ് എനിക്ക് വേണമെന്നില്ല. മുട്ടയൊക്കെ ഉള്ളൂ. നമുക്ക് വേറെ കട തപ്പണം. ഇവിടെ കടയൊക്കെ ഈ സമയത്ത് ഞാൻ ഏത് ഭാഗത്താണെന്ന് എനിക്ക് ഉറപ്പില്ല. നമുക്ക് ഭാഗം കറക്റ്റാക്കിയിട്ട് കടയൊക്കെ തപ്പണം. എൻ്റെ മൂക്ക് ചെറുതായിട്ട് അടഞ്ഞാണൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് വന്നത് ഇന്നലെ മറ്റേ ചൂട് ക്ലൈമറ്റിൽ നിന്ന് ഒറ്റയടിക്ക് ഞാൻ തണുപ്പിലോട്ട് വന്നുകൊണ്ടാണെന്നോ. ഈ സീനറിയാണ് ഇവിടുത്തെ മെയിൻ. അവിടെ ഒരു ഐലൻഡൊക്കെയാണ് കേട്ടോ നടുക്ക്. കണ്ട ആ ഒരു ചെറിയ ഐലൻഡ് കണ്ട, ചെറുതാണെന്ന് തോന്നുന്നു. അവിടെ ചില വലുതായിരിക്കും. എൻ്റെ ബാല്യത്തിലോട്ട് പോകാൻ വേണ്ടി ഞാൻ ഊഞ്ഞാലേ കയറിയതാണ്. പക്ഷേ ഒടുക്കത്തെ വെയിലിരിക്കുന്നു പോകുന്നതൊക്കെ. എന്തായാലും നമുക്ക് ഈ മലയിൽ നിന്ന് ഇറങ്ങിയിട്ട് വല്ല ഫുഡ് തപ്പാം. കടയൊക്കെ ഉണ്ടോ? ഞാൻ ഏതൊക്കെ സെക്യൂർഡ് ഏരിയകളൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നോക്കാം. അങ്ങനെ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പാതിരാത്രി ഈ വഴി കൂടി ഞാൻ കയറ്റിക്കൊണ്ട് പോകുന്നത്. ഇവിടെ നിന്ന് റോഡ് പോലും ഇല്ല. ഞാൻ മാപ്പിലൊന്നും ഇട്ടിട്ടില്ല എങ്ങോട്ടാ പോകുന്നതെന്ന്. പക്ഷെ ഇറങ്ങുമ്പോൾ മനസ്സിലാവുന്നതാണ് പ്രതീക്ഷിക്കുന്ന. കുറച്ചേറെ ഇളക്കമുണ്ട് ഇവിടെ. ഒന്ന് ടാറൊക്കെ ചെയ്യാറുണ്ട് റോഡ്. ദൈവമേ, എന്താ ഇങ്ങനെയൊക്കെ പോകുന്നത്? ഞാൻ ഓഫ് റോഡ് ട്രിപ്പിനല്ലല്ലോ ഇറങ്ങിയത്. ഇവിടെയൊക്കെ സീനാവുന്നേ കൊള്ളാം. ഞാൻ എങ്ങോട്ട് പോകണമെന്ന്, ഞാൻ ഇങ്ങോട്ട് കയറിയാണോ വന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയാണോ വന്നത്? എനിക്കൊന്ന് കയറിയാ വന്നതാണ്. ഞാൻ ഒരു കടയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കട അനിയമ്പുറത്ത് പാനിട്ട് കാണിച്ചതേ ഉള്ളൂ. എന്ത് ഫുഡ് കിട്ടുമെന്ന് അറിയത്തില്ല. നമുക്ക് കുറച്ച് കയറി കഴിച്ചിട്ട് പോകാം. ഞാൻ എന്തായാലും കുറച്ച് ബീഫും കുറച്ച് കള്ളപ്പവും കുറച്ച് പോർക്കും കുറച്ച് മുട്ടയും ഓർഡർ ചെയ്തിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ലഘുവായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 5 മുട്ടയും 2 അപ്പവും കുറച്ച് ബീഫും പിന്നെ കുറച്ചേറെ പോർക്കാണെന്ന് തോന്നുന്നത്, അറിയത്തില്ല. ഞാൻ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. അപ്പോൾ പ്രൈസ് ഇറ്റ്സ് ഗുഡ്. ഞാൻ നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തു കേട്ടോ. എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് മസാല ദോശ ടൈപ്പ് ദോശ ഇറങ്ങി വരാൻ പോകുന്നത്. ദോശ എനിക്ക് നെയ് റോസ്റ്റ് ഓർത്ത് വല്ല നെയ്യിട്ടാണ്, എന്നാലും ദോശയല്ലേ. ഞാൻ കുറച്ചുകൂടി പോർക്ക് മേടിച്ചിട്ടുണ്ട്. നെയ് റോസ്റ്റും പോർക്ക് എങ്ങനെ ആയിരിക്കും അല്ലേ? അവിടെ കടക്കാർക്ക് തന്നെ അറിയാം. അപ്പം എന്നാലും നമുക്ക് വെയിൽ കൂടുന്നതിന് മുമ്പേ ഇവിടെ വേറൊരു വ്യൂ പോയിന്റും കൂടി ഉണ്ട്. സത്യം എനിക്ക് വ്യൂ പോയിന്റിൽ പോകുന്നതിനെക്കാട്ടിലും എനിക്കൊരു ചെറിയൊരു സ്ഥലത്ത് ഫുള്ളായിട്ട് കുറച്ച് നാളത്തെ നിൽക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ എന്തിനാ, വർക്ക് പെൻഡിങ്. നമുക്ക് നിൽക്കാനൊന്നും പറ്റത്തില്ല. ഇന്ന് മോശം നമുക്ക് കുറച്ചുകൂടി കറങ്ങാൻ കടന്നു. ഇവർ റെസ്റ്റോറൻറ്റുകാരെ കുറച്ച് സ്ഥലം പറഞ്ഞാണ് ഈ അടുത്തായിട്ട്. അപ്പോൾ അവിടെ വരെ നമുക്കൊന്ന് പോയിട്ട് വരാം. നല്ല വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. വ്യൂ പോയിന്റ് നോക്കാം. അപ്പം ഞാൻ ആ വ്യൂ പോയിന്റ് തപ്പിപ്പോയതാണ്. വ്യൂ പോയിന്റ് കിട്ടിയില്ല. വ്യൂ പോയിന്റ് എവിടെയൊക്കെ പോയി. ഞാൻ കറങ്ങി തിരിച്ച് ഒരു പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ട്. പെട്രോൾ അടിച്ചിട്ട് പോകാൻ വെച്ചാൽ നെറ്റൊന്നും വർക്ക് ചെയ്തില്ല. അപ്പോൾ എവിടെയാണ് പെട്രോൾ പമ്പ് ഒന്നും അറിയില്ല. ഞാൻ കറങ്ങി അടിച്ചിട്ട് എത്തിയപ്പോൾ ഇപ്പോൾ ഒരു പെട്രോൾ പമ്പ് വന്നു. തപ്പണ്ടി വന്നു ഫുൾ പെട്രോൾ പമ്പ്. അവസാനം കിട്ടിയത്. ഒരു റൂം തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇടുക്കിയിൽ നിൽക്കാൻ വേണ്ടി. പക്ഷെ ഇടുക്കിയിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കുറച്ച് വഴി കഴിഞ്ഞപ്പം ഇപ്പോൾ ഒടുക്കത്തെ ചൂടുമാണ് ഇവിടെ. എനിക്ക് നല്ല സ്ഥലമൊന്നും കിട്ടുന്നുമില്ല. ഞാൻ കട്ടപ്പന കാണാൻ തോന്നുന്നു. ഞാൻ വാഗമണിലോട്ട് പോകണം, അല്ലെങ്കിൽ കുറച്ച് പൊക്കത്ത് മൂന്നാർ കണ്ടിട്ടുണ്ട്. മൂന്നാർ പിന്നെയും നൈസായിരുന്നു കേട്ടോ. ഈ മൂന്നാറിലോട്ട് ഓടിച്ചു പോകുന്ന ആ ടാസ്ക് ആണ് ഞാൻ പോകാത്തത്. അല്ലെങ്കിൽ ഇടുക്കി ഭാഗത്ത് ഇനി ഞാൻ ഒന്നല്ലാതെ വേറെ ഭാഗമൊന്നും ഇവിടെ വല്ലായിട്ട് എനിക്ക് തോന്നുന്നില്ല കാണാൻ. പിന്നെ എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും. മൂന്നാർ കുറച്ചുകൂടി നൈസാണ്. അല്ല അതിൻ്റെ പൊക്കത്തോട്ട് പിന്നെ ഈ ആനമുടിയൊക്കെ ഉണ്ട്. അതൊക്കെ പക്ഷെ കുറേ ദൂരമാണ്. 3 മണിക്കൂർ മൂന്നാർ പോയി നിൽക്കായിരുന്നു ആദ്യം പറഞ്ഞു. പക്ഷെ വാഗമൺ എനിക്ക് വലുതായിട്ടൊന്നും എന്താണിത്, അവസാനം തിരിച്ച് വീട്ടിൽ പോകേണ്ടി വരുമല്ലോ. ഞാൻ ഇന്നലെ രാത്രി വന്ന് രാവിലെ ഒരു മലയും വെള്ളവും കണ്ട് ഓൾമോസ്റ്റ് അത് കണ്ട് എനിക്കത് വലുതായിട്ടൊന്നും കാണാനില്ല. ഞാനിപ്പോൾ 1 മണി 1:30 മണിയായി. വീട്ടിലെന്തായാലും പോകണ്ടേ. ഞാൻ വേറെ എവിടെയെങ്കിലും നമുക്ക് പോകാം. നമ്മൾ ഇടുക്കി തുടങ്ങിയെങ്കിൽ നമുക്ക് ഒന്ന് കുമരകം പോകണം. ഞാൻ ഡിസൈഡ് ചെയ്തിട്ട് പറയാൻ എന്താണ്. അങ്ങനെ കുറേ ഏറെ ഞാൻ സെർച്ച് ചെയ്ത് അവസാനം ഞാൻ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് തേക്കടിയിലാണ്. തേക്കടിയിൽ പെരിയാറിലൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അതായത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ത്യയുടെ പുറത്ത് പോകണം. എനിക്ക് തണുത്ത സ്ഥലങ്ങളാണ് കൂടുതൽ ഇഷ്ടം. ഇതിപ്പം അവിടെ നിന്ന് മലയിൽ ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ട് ഇപ്പോൾ ചൂടായി. എനിക്ക് മൂഡ് പോയി കിടക്കുക. ഞാൻ കുറച്ചൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ എയർപോർട്ടിൽ പോയിട്ട് വല്ല തായ്ലൻഡിൽ വിയറ്റ്നാമിൽ പോയി 1 മാസമൊക്കെ ചിലവാക്കിയിട്ട് ഫുഡും കഴിച്ച് സെറ്റായി അങ്ങനെ സ്ട്രീറ്റ് ഫുഡ് ഡെയിലി കഴിച്ചൊരു തീരുമാനമാക്കി ജപ്പാനിലൊക്കെ പോയി എന്ത് പറയേണ്ട ആവശ്യമില്ല. ഒരു ദിവസം വരും. നിങ്ങൾക്ക് ഈ വഴിയൊക്കെ ഉണ്ടാ മോനെ. ഞാൻ ഒറ്റയടിക്ക് ഇടുക്കിയിലോട്ട് പോകുമ്പം സീനറി ഫുള്ള് മാറി.
ഇവിടെ വലിയ വലിയ വീടുകളും പിന്നെ പിന്നെ മലയൊക്കെ ബാക്ക്ഡ്രോപ്പിലായിട്ട് നൈസാണ് കേട്ടോ. എന്നുവെച്ചാൽ മലയും എല്ലാം ബാക്ക്ഗ്രൗണ്ടിലും പിന്നെ പല ജീരിക്കകത്ത് പല പല വലിയ വീട്, നൈസ് ആർക്കിടെക്ചറുള്ള വീട് കേട്ടോ. അവിടെയും വലിയ വീട് ഉണ്ട്. ഞാൻ ഈ വീട് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. നല്ല 2 വീഡിയോ കാണിച്ചല്ലോ. പക്ഷെ മോനെ ഈ മല സെറ്റാ ബാക്ക്ഗ്രൗണ്ടിൽ, ഫൗണ്ടനും ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൂടി. ഞാൻ തമാശ പറഞ്ഞല്ലോ, നോക്കി ഈ വീട് കണ്ട. ഇനി ആൾക്കാരുടെ വീട്ടിലോട്ട് ഞാൻ ക്യാമറ ഇട്ടെന്ന് പറഞ്ഞ് വാര്യം തെരുവെല്ലാം കേൾക്കും. ഇനി മതി. ഇപ്പൊ കുറെ വീട് ഉണ്ട് ഇങ്ങനെ കാണിക്കാനാണെങ്കിൽ. ഇവിടെ കുതിര, നേരത്തെ ഒരു എയ്റോപ്ലെയിനിൽ വീടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിസ്ക് എടുക്കുന്നില്ല, നമുക്ക് പോവാം. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ദൂരമുണ്ട്. വീടെന്തായാലും ഞാൻ കുറെ കാണിച്ച്, ഇനി കുറച്ചുകൂടി പോകണം കേട്ടോ. നൈസ് ഏരിയ. എന്തായാലും ഇവിടെ റേഞ്ച് ഇടക്കിടക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് വഴിയാണെന്ന് വേണ്ടി നിന്ന്. ഇവിടെയാണ് ഒടുക്കത്തെ റിച്ച് ആൾക്കാർ. എന്നാൽ ഇത്രയും പൈസ ഇടുന്ന അറിയത്തില്ല. എന്നുവെച്ചാൽ വീട് മാത്രമല്ല, വീട് ഓരോന്ന് കോടികളുള്ളത്. പിന്നെ അതിൻ്റെ വലിയ പ്ലോട്ടും അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന രീതികളെല്ലാം, ഫ്രണ്ട് ഏരിയ ഒക്കെ വഴി നോക്കിയിട്ട് അവിടെ എത്തിയിട്ട് വിളിക്കുക. എത്തിയിട്ട് ഞങ്ങൾ പറയാം എന്ത്. ഇതൊക്കെ ഇവിടെ നൈസ് ഏരിയ കേട്ടോ. ഇത് റോഡൊക്കെ ഇങ്ങനെ എന്ത് പറയണ്ടേ, ഇതിനകത്ത് 2 വശത്ത് ഇങ്ങനെ ഹെവി ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരു എല്ലാ ടൈപ്പാണ്. ഫോറസ്റ്റ് വൈബും അല്ല, ലഷ് ഗ്രീൻ ആയിട്ടുള്ള വൈബ്. സാറിന് എനിക്ക് ഇങ്ങനത്തെ ഞാൻ സീനറി കാണിക്കുന്ന കൂട്ടത്തിലല്ല, എനിക്ക് അങ്ങനെ വലിയ മൈൻഡൊന്നും ഇല്ല. പക്ഷേ ഇത് എനിക്കെന്തോ ഇറ്റ്സ് നൈസ്. ഇതൊരു ചക്കയും കിടക്കുന്നു. എനിക്ക് ഏരിയ ഇഷ്ടപ്പെടുന്നു, വഴികൾ ഇഷ്ടപ്പെടുന്നു. കണ്ട വഴിയൊക്കെ ഇത് ഇങ്ങനെയാണ് പോകുന്നത്. നേരെ നമുക്ക് പെട്ടെന്ന് റൂം പിടിക്കാം. വേറെ സ്ഥലം എനിക്ക് പോകാനുണ്ട്, അവിടെ നമുക്ക് ബൈക്കിൽ പോകാം. സെറ്റ് ആയിരിക്കും. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ എനിക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാൻ പറ്റുന്നത്. ബൈക്കിലൊക്കെ ആയിരുന്നു നമുക്കൊരു ഗോപ്രോ അല്ല, ഈ ഐഫോൺ തന്നെ സെറ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ ആയിട്ട് അത് ക്ലിയർ ആയിട്ട് കണ്ടേ. എന്തായാലും ഇറങ്ങാം നമുക്ക്. ബസ്സൊക്കെ വരുന്നല്ലേ കൂടി. ഇപ്പൊ KSRTC ഇടിച്ചെന്നറിയാ. ഇടിച്ചെന്ന് പറയാൻ ഇടി ആയിരുന്നത് തമാശനും പറയാല്ലേ. ഇപ്പൊ നിൽക്കുന്ന റോഡ് കണ്ട, ഇതൊക്കെ വലിയ റോഡ്. ഇതിന്റെ പകുതി റോഡിന് വീതിയേ ഉള്ളൂ. KSRTCക്ക് വരാം, അത്രേ ഉള്ളൂ. ആ ഒരു വീതിയുള്ളൂ ആ റോഡിൽ. അവിടെ ഞാൻ ഓടിക്കുന്നത് ഇങ്ങനെ ഒരു കേവ് ഇങ്ങനെ വരാം കയറ്റത്തോട്ട്. KSRTC കയറ്റത്തു നിന്ന് വരുന്ന ഞാനിങ്ങനെ പോകുന്നു. മറ്റേ ഇങ്ങനെ പച്ചപ്പില്ലേ സൈഡായിട്ട്, ഫുൾ ഇങ്ങനെ പച്ചപ്പും അങ്ങനത്തെ ഒരു റോഡ്. KSRTC കയറ്റിക്കൊണ്ടുവന്ന് അവൻ്റെ തെറ്റൊന്നും ഇല്ല, എൻ്റെ തെറ്റൊന്നും ഇല്ല. ഞങ്ങൾ റോഡിന് വീതി എത്രേ ഉള്ളൂ. അവൻ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഈ ഡോറിന്റെ പറ്റയ്ക്ക് കൊണ്ടുവന്ന് എന്നുവെച്ചാൽ വണ്ടി ഇടിക്കാൻ പോവാ എന്നുവെച്ചാൽ ആ സമയത്ത് എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ കണ്ടപ്പോൾ പോയി വണ്ടി ഇടിക്കാൻ പോവാ. ഞാൻ എന്നെ കൊണ്ട് പരമാവധി പറ്റാവുന്ന ചെയ്ത്. ഇതിക്കുള്ളിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അവനൊന്നെങ്കിൽ നിർത്തിയാലേ എൻ്റെ വണ്ടി വളച്ച് സൈഡിലാക്കാൻ പറ്റത്തുള്ളൂ. അവൻ നിർത്തുന്നില്ല. അവൻ പറ്റയ്ക്ക് കൊണ്ടുവന്ന് ഡോറിന്റെ ജസ്റ്റ് ഔട്ട് സൈഡ്, ജസ്റ്റ് ഇവിടെ കൊണ്ട് നിർത്തി. ഈ ഡോർ തുറയത്തില്ല, ആ രീതി കൊണ്ട് നിർത്തി. വണ്ടി നിന്നതും ഒരു ഓക്വേർഡ് സൈലൻസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് അവന് വണ്ടി ഓടിക്കാൻ അറിയാം. ഞാൻ ആ അപ്രിഷ്യേറ്റീവ് ആയിരുന്നു ആ പയ്യൻ. എന്ന് വെച്ചാൽ ആ ചേട്ടൻ അവസാന നിമിഷത്തിൽ ചവിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ വണ്ടി ഒന്ന് ഈ ഒരു ഈ വളവിൽ സ്ട്രെയിറ്റ് ആക്കി സൈഡിൽ പാർക്ക് ചെയ്ത് തന്നേനെ എനിക്ക്. അവനെ വിറ്റായിരുന്നു. ജസ്റ്റ് ഇപ്പോൾ നടന്നേ ഉള്ളൂ. 5 മിനിറ്റ് വരെ ആയില്ല. ജസ്റ്റ് അവിടെ നിർത്താൻ പറ്റില്ല, വഴിയിൽ ഒരു സ്പേസ് ഒന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് മാറ്റി ഇവിടെ കൊണ്ട് നിർത്തിയതാ. ഡാഷ് ക്യാം കൊണ്ട് നിങ്ങൾക്ക് കാണാമായിരുന്നു മോനെ. വൈബ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. റിസ്കി എന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി ആയതുകൊണ്ട് ഒരു ഓക്വേർഡ് ഫോൺ കോൾ ചെയ്യേണ്ടി വരും ഞാൻ തേക്കടിയിൽ നിന്ന്. അതേ ഉള്ളൂ. അതായിരുന്നു എനിക്കൊരു ബുദ്ധിമുട്ട്. വണ്ടി ഇടിക്കുന്ന സമയത്ത് ദൈവമേ വണ്ടി ഇടിക്കുവാണല്ലോ എന്നുള്ളൊരു തോന്നലായിരുന്നു. ഡാഷ് ക്യാമറ സെറ്റായിരുന്നു മോനെ. എന്നാലും സീനറിയൊക്കെ നൈസാ. വണ്ടി ഇടിക്കുന്ന സമയത്ത് ആ വണ്ടി വരുന്നൊരു വീഡിയോ ആംഗിളൊക്കെ നല്ല എൻ്റെ കണ്ണിനകത്ത് കാണുമ്പോൾ നല്ല ലുക്കായിരുന്നു. സിനിമാറ്റിക് ലുക്ക് ഉണ്ടായിരുന്നു. എന്തായാലും വേണ്ട, എന്തായാലും നമുക്ക് തേക്കടിയിൽ നിന്ന് ബാക്കിയുള്ള സ്ഥലം പിടിക്കാം. എൻ്റെ സ്വന്തം വണ്ടി ഡാഷ് ക്യാം വിട്ടിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നു മോനെ എത്ര ഈ വണ്ടി മുട്ടിയില്ലെന്ന് പറഞ്ഞായിരുന്നു. തൊട്ടാവാടി കണക്കായിരുന്നു. എന്തായാലും ആട്ടെ, എന്തായാലും റെസ്റ്റോറൻറ്റ് അല്ലല്ലോ, ഹോട്ടലിലോട്ട് പോകാം. കിടലായിരുന്നു. ഞാൻ വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടാ. ഞാൻ വണ്ടി ഇടക്കിടക്ക് അവിടെ നിൽക്കുന്നു. വണ്ടി കണ്ട, വണ്ടി ഇടക്കിടക്ക് ഇങ്ങനെ നിർത്തിയിട്ട് കാണിക്കേണ്ടി വരും, അല്ലേ പിന്നെ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. ഡയറക്റ്റ് ഞാൻ അവിടെ എത്തും. ഞാൻ നേരത്തെ അകത്തോട്ടൊന്ന് കയറിപ്പോന്ന് വിചാരിച്ചത്. ഇവിടെ കൂടി ഇവിടെ നടന്ന് അവിടെ വേലിയൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ കയറാൻ പറ്റില്ല അകത്തോട്ട്. കൊള്ളാമല്ല. കുറച്ച് നേരത്തെ ഞാൻ മുമ്പേ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അറിയാം, ഞാൻ രാവിലെ ഞാൻ ആ തിന്ന ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വലിയ രസം തോന്നിയില്ലായിരുന്നു. ഇടക്ക് വെച്ച് ഞാൻ വണ്ടി വെച്ച് പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എനിക്ക് കുറച്ച് ട്രാക്ക് മാറി കുറച്ചൊരു വൈബായിട്ട് നിൽക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ, എത്ര നേരം എനിക്കിങ്ങനെ ഫോൺ അറിയത്തില്ല. പക്ഷേ ഇതുവരെ നല്ല നൈസാണ്. ഇങ്ങനെ ഫോണിൻ്റെ ബാറ്ററിയൊക്കെ തീരാറായി. നമുക്ക് എന്തായാലും റെസ്റ്റോറൻറ്റ്, ഞാൻ പിന്നെ റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ നിർത്തില്ല, ഹോട്ടൽ പിടിക്കുക. നല്ല കാര്യം ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ ഹോട്ടലിലെത്തി. മോനെ പറയണ്ട, കഴിഞ്ഞ രാത്രിയും മല കയറി വന്ന കണക്കിന് ഇപ്രാവശ്യം കൂടി ഞാൻ ചിലപ്പോൾ ഭാഗ്യം കാണത്തില്ല. മലയും താഴത്തോട്ടായിരിക്കും പോകുന്നത്, കയറത്തില്ല. അതുകൊണ്ട് റിസ്ക് ഒന്നുമില്ല. ഞാൻ പെട്ടെന്ന് എത്തി, ഇരുട്ടുന്നതിന് മുമ്പ്. കൊള്ളാം. അപ്പോൾ ഇതാണ് എൻ്റെ ഹോട്ടൽ. ഞാൻ ഇപ്പോൾ തങ്ങാൻ പോകുന്നത്. ഇത് റൂം. ഇപ്പോൾ റൂമിനകത്തോട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ചുറ്റുവട്ടവും മലയും വെള്ളവും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ കാണിക്കാൻ അവിടെയൊക്കെ ഇങ്ങനെ മലയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ വശത്തായിട്ടൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതേണ്ടി കിടക്കുന്നത് സ്വിമ്മിംഗ് പൂള് ഏകദേശം 7 മണി വരെ കണ്ടാണ് ഉള്ളത്. വൈകുന്നേരം, രാവിലെ 7 തൊട്ട് വൈകുന്നേരം 7. ഞാൻ പോയേനെ, പക്ഷേ ഈ രാത്രി ലൈറ്റുള്ളപ്പോൾ വെള്ളത്തിറങ്ങുന്നത് നൈസാണ്. അല്ലാതെ 7 മണിക്ക് മുമ്പേ ഇറങ്ങുന്നതൊക്കെ ടാസ്ക്.
എന്തായാലും ഞാൻ രാവിലെ തൊട്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. കയറ്റം റൂം കാണിച്ചു തരാം. അതെ, നൈസ് ആണല്ലേ. അവിടെ ഒരു സ്മോക്കി എഫക്റ്റ് കൂടി അവിടെ ഇങ്ങനെ മൂടൽ മഞ്ഞ് കൂടി അവിടെ ഉണ്ടായിരുന്ന കിടിലായിരുന്നില്ല. അല്ലാതെയും കുഴപ്പമില്ല. എനിക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നവർ എന്തിനാ അറിയത്തില്ല റൂമൊക്കെ. ഏറ്റവും വീടെന്ന് പറയുന്നത് ഈ സംഭവമാണ്. ഞാൻ ഇരുന്ന് കണ്ണാടി ഇരിക്കണം. എന്തോ ഇത് മറ്റേ ടൈപ്പ് സംഭവമാണല്ലോ ഇരുന്നൊക്കെ. കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ റൂം ടൂർ കാണിക്കാത്ത എന്നാലും കുഴപ്പമില്ല. ബാത്റൂം ഒക്കെ നൈസാ. ഈ മുടിയൊക്കെ ഇരുന്ന് സെറ്റ് ആക്കണം അല്ലേ. ഈ ഡോറിൻ്റെ പുറത്തോട്ടാണ് മെയിൻ ഒരു സംഭവം. മല അവിടെ കണ്ട് പുഴയും കണ്ടുണ്ടോ കേട്ടാ. അവിടെ കൂടി കണ്ട് പുഴ പോകുന്നുണ്ട്. അത് വരണ്ട് കിടക്കുകയാണോ പറ്റി കിടക്കുകയാണെന്ന് തോന്നുന്നു. ഇത് അത് 5 എക്സിറ്റ് കാണിക്കുന്നത്. അത് കണ്ടത് ഈ ഭാഗം ഇവിടെ നിന്ന് ഇങ്ങനെ എന്തൊരു പുഴ പോകുന്നുണ്ട്. ഞാൻ വരുന്ന വഴി ഒരു ബ്രിഡ്ജ് കണ്ടത്. പറ്റി കിടക്കുക. ഇപ്പോൾ കുളിച്ച് സെറ്റാക്കി വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്യാനുണ്ട്. എനിക്ക് സ്ഥലം പരിചയമില്ല. ഞാൻ എവിടെയാണ്. ഞാൻ വെറുതെ ഒരു ഹോട്ടൽ കണ്ട് അവിടെ ബുക്ക് ചെയ്ത് അവിടെ വന്നു. നേരത്തെ കാട്ടിലും ഈ ഹോട്ടൽ നൈസാണ്. ഇതിന് രണ്ട് വൈബ്. അപ്പം ഓൺ ചേഞ്ച് ഓഫ് തോട്ട് ഐ തിങ്ക് ഐ ഷുഡ് ടേക്ക് എ ഷവർ. പൈസ കൊടുത്തിരിക്കുകയാണെങ്കിൽ പൈസേൻ്റെ വസൂലി ഫുള്ളും ആക്കണം എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടില്ല. എന്നാലും അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എന്തായാലും നമുക്ക് 2 മണിക്കൂർ ഇനി സമയം 2 മണിക്കൂർ ഫുള്ള് വെള്ളത്തിൽ കിടക്കുക. ഷട്ട്ലെസ് ആണുങ്ങൾക്ക് പറ്റുമോ എന്നറിയില്ല. ബോഡിയൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. വെള്ളം തണുപ്പാണ്, കുറച്ച് തണുപ്പുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഓ ദൈവമേ, വെള്ളത്തിൽ ഇറങ്ങി പോവാ. അതെ, എനിക്ക് കുറച്ച് തണുപ്പുണ്ട് ഇവിടെ. എനിക്ക് ഇത്രയ്ക്ക് പിടിക്കുന്നില്ല. എൻ്റെ വയറിൻ്റെ അവിടം വരെ വരുന്നുള്ളൂ, അത്ര വെയിറ്റേ ഉള്ളൂ. പിന്നെ ഞാൻ മാത്രമാണ് ഇതിനകത്ത്. ബാക്കി കുറേ ആൻറ്റിമാർ അപ്പുറത്ത് നിൽപ്പുണ്ട്. അത് കുറച്ച് ഓക്കൂടാണ് ഈ ക്യാമറ ഒക്കെ എടുക്കുക. കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഞാൻ വെള്ളത്തിൽ വെറുതെ കിടക്കുക. വെള്ളം അങ്ങനെ വലിയ കൊള്ളത്തില്ല, എന്നാലും ജസ്റ്റ് വെറുതെ കിടക്കുന്ന പോലെ. നീന്താനൊന്നും ആഴമില്ലാത്തതുകൊണ്ട് വെറുതെ ടൈം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു മൂലയ്ക്കകത്ത്, ബാക്കി മൂലയ്ക്കകത്ത് കുറേ ആൾക്കാരുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പിന്നെ ക്യാമറയും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ പിടിക്കത്തില്ല ആൾക്കാർക്ക്. എല്ലാം കാണാം. ഒരു കാര്യം കാണിച്ചാലും നോക്കി. ഇത്രയൊക്കെ ഉള്ളു എൻ്റർടൈൻമെൻറ്റ് ഇപ്പോൾ ഈ സമയത്ത്. ഞാൻ ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് ഫുഡ് ഡിന്നറൊക്കെ കഴിക്കാൻ വന്നിരിക്കുകയാണ്. രാവിലെ കഴിച്ചത് അത്രയ്ക്ക് സെറ്റാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടാണ്. എന്നാലും ഈ ഇവരുടെ ഹോട്ടലിൻ്റെ തന്നെ റെസ്റ്റോറൻറ്റിൽ നോൺ വെജ് കാണുമായിരിക്കും. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി ബിരിയാണിയും ചിക്കനും പിന്നെ തൈര് ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറേയേറെ സമയം എടുത്ത് വരാൻ വേണ്ടി. പക്ഷേ ഞാൻ കഴിക്കട്ടെ. ബിരിയാണി കൊള്ളാം, ഞങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിനെക്കാട്ടി മുഖത്താണ്. ചിക്കൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഫുഡ് നല്ലതായിരുന്നു. അറിയാമോ, സാറിന് ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ കറക്റ്റ് ആകത്തില്ലെന്ന് പ്രതീക്ഷയാണ്. രാവിലെ കഴിച്ചത് എനിക്ക് വലിയ പിടിച്ചില്ല. പക്ഷേ ഇവരുടെ ആഹാരം കുഴപ്പമില്ല, നല്ല. എന്തായാലും ഇനി ഇന്നത്തെ വീഡിയോ ഞാൻ ഉറങ്ങട്ടെ. നാളെ രാവിലെ ഇനി ഞങ്ങൾ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. പാതിരാത്രി റോഡ് ട്രിപ്പ് ഇങ്ങനെ ഇഷ്ടമായിട്ടോ. ഒറ്റയ്ക്കാണെങ്കിലും ആരെങ്കിലും കൂടുതലാണെങ്കിലും എങ്ങനെയാണെങ്കിലും നൈസാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ വിളിച്ച് നിർത്താം. ഐ ഹോപ്പ് യു ഗൈസ് വണ്ടർഫുൾ ഐ സീ യു നെക്സ്റ്റ് ടൈം. ടേക്ക് കെയർ.